അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരം തുടങ്ങുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 5 മഹത്തായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പല മാർഗങ്ങളുമുണ്ട്. പക്ഷേ ആത്മാവിനെയും മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു ആരാധനയുണ്ടെങ്കിൽ അത് തഹജ്ജുദ് നിസ്കാരം മാത്രമാണ്. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ലോകത്തിൻ്റെ ശബ്ദങ്ങൾ ശമിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ റബ്ബിനോടൊരാൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഈ ചെറിയ ആരാധന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളതാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 5 പ്രധാന മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, മുഖത്തൊരു പ്രകാശം വരുമെന്നതാണ്. ഇത് വെറും ഭൗതിക സൗന്ദര്യമല്ല, മറിച്ച് ആത്മീയമായൊരു പ്രകാശമാണ്. അള്ളാഹുവിനോടടുക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ ദാസൻ്റെ മുഖത്തൊരു സമാധാനവും ശാന്തിയും പ്രതിഫലിക്കും. ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു വിശ്വാസവും സമാധാനവും അനുഭവപ്പെടും. ഇത് പുറത്തു കാണുന്നൊരു മാറ്റമാണ്, പക്ഷേ അതിൻ്റെ ഉറവിടം ഉള്ളിലാണ്. രണ്ടാമതായി, വാക്കുകൾക്ക് ശക്തി ലഭിക്കുമെന്നതാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ സംസാരത്തിൽ ഒരു താളവും സ്വാധീനവും ഉണ്ടാവും. അവർ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എളുപ്പത്തിൽ എത്തും. കാരണം അവർ അള്ളാഹുവിനോട് സംസാരിക്കുന്നവരാണ്. അവരുടെ വാക്കുകൾക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ടാകും. അതുകൊണ്ടാണ് അവരുടെ ഉപദേശങ്ങളും സംസാരവും ആളുകളെ കൂടുതൽ സ്വാധീനിക്കുന്നത്. മൂന്നാമതായി, ആളുകൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമെന്നതാണ്. ഇതൊരു അത്ഭുതകരമായ മാറ്റമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ അള്ളാഹു തന്നെ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അവരുടെ സ്നേഹം സ്ഥാപിക്കുകയും ചെയ്യും. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ആളുകൾക്ക് നിങ്ങളോട് അടുപ്പം തോന്നും. ഇതൊരു ദൈവിക അനുഗ്രഹമാണ്. നാലാമതായി, പേടിയും ഉത്കണ്ഠയും മാറുമെന്നതാണ്. ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മനസ്സിലെ പേടിയും ഉത്കണ്ഠയും. തഹജ്ജുദ് നിസ്കാരം മനസ്സിനൊരു വലിയ ആശ്വാസമാണ്. രാത്രിയുടെ ഏകാന്തതയിൽ അള്ളാഹുവിനോട് എല്ലാ പ്രശ്നങ്ങളും പറയുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാരം ഇറങ്ങിപ്പോകും. മനസ്സ് ശാന്തമാകും. നാളെ എന്ത് സംഭവിക്കുമെന്ന് പേടി കുറയും. കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അഞ്ചാമതായി, ജീവിതത്തിൽ ധൈര്യവും വിശ്വാസവും വർദ്ധിക്കുമെന്നതാണ്. ഏതു വലിയ പ്രതിസന്ധി വന്നാലും എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടാകും. ഈ വിശ്വാസം ഒരാളെ ജീവിതത്തിലെ ഏത് വെല്ലുവിളിയും നേരിടാൻ പ്രാപ്തനാക്കും. അവൻ ഒരിക്കലും തനിച്ചാണെന്ന് തോന്നുകയില്ല. ഇവയെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മ വരണം. നമ്മുടെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ ജീവിതം. അവിടുത്തെ കാലുകൾ നീരുവരും വരെ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനോട് എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്നായിരുന്നു. ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ എത്ര നന്ദി കെട്ടവരാണ്. എന്നിട്ടും നമ്മൾ സുഖമായി ഉറങ്ങുന്നു. ഈ യാഥാർത്ഥ്യം നമ്മെ ഉണർത്തേണ്ടതാണ്. അതുകൊണ്ട് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതില്ല. ചെറിയ ഒരു തുടക്കം മതി. ഇന്ന് രാത്രി മുതൽ ഒരൊറ്റ സുജൂദെങ്കിലും അധികമായി ചെയ്യാൻ നമുക്ക് തീരുമാനമെടുക്കാം. ആ ചെറിയ ചുവടുവെപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാവും. തഹജ്ജുദ് നിസ്കാരം മരണം വരെ നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.